ജസ്ന സലീം എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. ഞാൻ ഇതിനു മുമ്പും ജസ്ന സലീം റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സംഘികൾക്ക് ഇവർ മുസ്ലിം കൃഷ്ണഭക്തയാണ്. ആൻഡ് മുസ്ലിങ്ങൾക്ക് ഇവർ ഈ ഹിന്ദുക്കളുടെ ഇടയിൽ എന്തോ പ്രശ്നമുണ്ടാക്കാൻ കയറി ചെന്ന് ഹിന്ദു ദൈവത്തിനെ വിൽക്കുന്ന കൃഷ്ണഭക്തയായ ജസ്ന സലീമാണ്. അതായത് ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിമാണെന്നുണ്ടെങ്കിലും രണ്ട് കൂട്ടരും ഇവരുടെ പിന്നാലെ വണ്ടിയെടുത്ത് ഇറങ്ങാറുണ്ട്. ഭയങ്കരമായ വിമർശനങ്ങളും സൈബർ അറ്റാക്കും ഒക്കെ ഇവരുടെ കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട്. സോ അതൊക്കെ റിലേറ്റഡ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴെന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു. ജസ്ന സലീമിനെതിരെ കലാപശ്രമം ഉൾപ്പെടെ ചുമത്തി കേസെടുത്തു. അപ്പോൾ വിഷയം കുറച്ച് ഗുരുതരമാണ്. പ്രാവശ്യം എനിക്ക് തോന്നുന്നത് അവിടുത്തെ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് കേസ് കൊടുത്തിട്ടുള്ളതാണ്. ഇതിന് മുമ്പും ഇവർക്ക് ഇതേപോലെ കേക്ക് മുറിച്ചൊരു ഇഷ്യൂ ആയിട്ടൊരു കേസ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്കെന്താണെങ്കിൽ ഈ വിഷയം നോക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ്. കലാപശ്രമത്തിനാണ് കേസ്. കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിലുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു. കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല, അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു. അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട്. ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട്. ആ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി അതിൻ്റെ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ്, അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു. ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കലാപശ്രമത്തിനടക്കമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കലാപശ്രമം എന്താന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഓക്കെ, കോടതി നിയമം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ കൂട്ടത്തിൽ കേസാണെന്ന കലാപശ്രമം കൂടി ഇരിക്കട്ടെ. ഇനി അവർ ആ വഴിക്ക് വരരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വാണിംഗാണ് ഈ കലാപശ്രമം അടക്കമുള്ള കേസ് എടുത്തിട്ട് അവർക്ക് വെച്ചു കൊടുക്കുന്നത്. ഞാനൊരു മതമോ വിശ്വാസമോ ദൈവമോ കാര്യങ്ങളിലൊന്നും അങ്ങനത്തെ സ്കീമില്ലാത്ത ഒരാളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പല സാഹചര്യങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരുടെ ബിസിനസ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് അവർ കൃഷ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്നു. ഈവൻ നരേന്ദ്രമോദിക്ക് ഈ ലേഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് എന്താ പറയുക ഫോട്ടോസ് അവർ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയോട് വളരെ ക്ലോസ് ആണ്. വിഷ്വൽസ് ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ, ക്ലോസ് ആണോ അല്ലയോ നമുക്കറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ കുറേ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊഫൈലിലൂടെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഫോട്ടോ ഇട്ടിട്ട് തന്നെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ. ഇപ്പോൾ അവർ കേസ് വന്നു എന്ന് പറയുന്ന അവിടെ ഇരിക്കുന്ന ഗൂഗിൾ പേ ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള കാണിക്ക ഇടാവുന്ന ആ ഒരു ഇതിൻ്റെ മുകളിൽ വെച്ച കൃഷ്ണൻ്റെ ഒരു വിഗ്രഹത്തിൻ്റെ മുകളിൽ ഇവർ എന്തോ നാമജപവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇവർ കുറച്ച് മാല പോലെ കോർത്ത് ആ പേപ്പർ കൊണ്ടുപോയി ഇട്ടു. ഇതിവർ വീഡിയോ ആക്കി എന്ന് പറയുന്നത്. ഈ വീഡിയോ എനിക്ക് കിട്ടിയില്ല, എന്താണ് ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോ ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ആൻഡ് പ്ലസ് ആ ഒരു FIRൻ്റെ കോപ്പി കൂടി ഞാനിവിടെ എന്തായാലും വായിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീഡിയോഗ്രാഫി നിരോധിച്ചിട്ടുള്ള ഉത്തരവ് നിലവിൽ നിൽക്കെ വിരുദ്ധമായി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട പ്രതി പ്രകോപനം സൃഷ്ടിച്ച് ഹിന്ദു മതവിശ്വാസികൾക്കിടയിൽ കലാപം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 10/3/2025 തീയതിയും 13/9/2025 തീയതിക്കും ഇടയിലുള്ള ഏതോ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിൻ്റെ സമീപത്തുള്ള ഈ ഭണ്ഡാരത്തിൻ്റെ മുകളിലുള്ള ശ്രീകൃഷ്ണലോഹ വിഗ്രഹത്തിൽ വിവിധ നിറത്തിലുള്ള കടലാസുകൊണ്ടുണ്ടാക്കിയ മാല ചാർത്തി ആയത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾക്ക് ലംഘനം വരുത്തിയതാണ് കാര്യം എന്നാണ് ഇതിൽ FIRൽ കൊടുത്തിട്ടുള്ള ഇതിനകത്തുള്ള ഇൻഫർമേഷൻ. ഓക്കെ, ഫസ്റ്റ് ഇൻഫർമേഷൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ കാണിച്ചു തന്നു. ഇവർ എന്താ പറയുക, കോടതി അലക്ഷ്യമാണ് ചെയ്തത്, അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവുള്ള സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. ഓൾറെഡി ഇവരുടെ കോണ്ടൻറ്റുകൾ റിലേറ്റഡ് ആയിട്ട് ഇവർ ഈ പറഞ്ഞ കൃഷ്ണൻ, ഗുരുവായൂർ ഫോട്ടോ, നരേന്ദ്രമോദി വരെ എത്തുന്നു, സുരേഷ് ഗോപിയായിട്ട് വളരെ ക്ലോസ് ആണെന്ന രീതിയിലുള്ള വീഡിയോസ് വരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ പൊതുവേ ഹിന്ദു മതവിശ്വാസമുള്ളവർക്ക് തന്നെ ഇവൾ ഈ തട്ടമിട്ട് എന്തിനും ഇവിടെ വന്ന് ഷോ കാണിക്കണം,
ഇവളെന്തിനാണ് ഈ കൃഷ്ണനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങളെ മതം ഉപയോഗിച്ച് ഞങ്ങളെ കൃഷ്ണനിൽ വിൽക്കുന്നത്. ആ FIR റിപ്പോർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ അതിനകത്ത് എന്താ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ എനിക്കിപ്പോഴും ചോദിക്കാമല്ലോ, ഈ കൃഷ്ണനും യേശുവിനും അള്ളാഹുവിനും ഒക്കെ എന്ത് മതടേ, ദൈവം എന്ന് പറഞ്ഞാൽ എന്ത് മതം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. അത് ഞാൻ എൻ്റെ കോളാണ് കേട്ടോ പറയുന്നത്. എന്താണെങ്കിലും ഇവിടെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, വിശ്വാസികളുണ്ട്, എല്ലാം ഫൈൻ. അവരുടെ വിശ്വാസത്തിന് വ്രണപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പ്രൊവോക്ഡ് ആവും. ഇവർ പ്രൊവോക്ക് ആക്കാതിരിക്കുന്നുമില്ല. ഓക്കെ, ഇവർക്ക് ഇതിന് മുമ്പും ഓൾറെഡി ഒരു കേസ് ഇതേപോലത്തെ സ്കീമിൽ വന്നിട്ട് ആ കാര്യത്തിൽ അന്നുണ്ടായിരുന്ന ഹൈക്കോടതി പരാമർശമാണ് ഇപ്പോൾ അവർ ലംഘിച്ചു എന്ന് എനിക്ക് പേഴ്സണലി അറിയാൻ കഴിഞ്ഞു. കാരണം ഞാൻ ഇവർ റിലേറ്റഡ് ആയിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്ന ന്യൂസാണ്. കൃഷ്ണഭക്തയെന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ചിത്രകാരി ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് പിറന്നാൾ കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടൽ. വിവാഹ ചടങ്ങുകൾക്കും മറ്റു മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെയുള്ള ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിലെ വീഡിയോഗ്രാഫി പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വ്ളോഗർമാരുടെ വീഡിയോഗ്രാഫിയും അനുവദിക്കരുത്. കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് സമീപത്തുകൂടി ക്ഷേത്രത്തിന്റെ ഉൾവശം ചിത്രീകരിക്കുന്നതും കോടതി തടഞ്ഞു. ഭക്തരെ തടസ്സപ്പെടുത്തുന്ന നീക്കം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ക്ഷേത്രം മാനേജിംഗ് കമ്മിറ്റി കൈക്കൊള്ളണം. ഇതിനായി ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായവും തേടാമെന്നും ഇടക്കാല ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പവിത്രത സംരക്ഷിക്കപ്പെടണമെന്നും ക്ഷേത്രത്തിലെ മതപാരമ്പര്യങ്ങൾ ലംഘിക്കപ്പെടരുതെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു 2 ഭക്തരുടെ ഹർജി. ജസ്ന സലീം നിയമവിരുദ്ധമായ രീതിയിൽ നടപ്പന്തലിൽ പ്രവേശിക്കുകയും അവിടെ അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുവെന്നാണ് ഹർജിയിൽ പറയുന്നത്. പിറന്നാൾ കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങൾക്കൊപ്പം ജസ്ന സലീം ചിലർക്കൊപ്പം തർക്കത്തിലേർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും ഹർജിക്കാർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ല നടപ്പന്തൽ എന്നായിരുന്നു ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമുള്ള കോടതിയുടെ പ്രതികരണം. ഈ സൈഡിലിരിക്കുന്നതാണ് അന്ന് കേക്ക് മുറിച്ച് വിവാദമായിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ. ഇതിൽ ഞാനൊരു കാര്യം പറയാം. ജസ്ന സലീം എന്ന് പറഞ്ഞ വ്യക്തി അവർ മാത്രമാണ് വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അല്ല എന്നുള്ളത്. ഓക്കെ, അവിടെ പലരും വീഡിയോ എടുക്കാറുണ്ട്, പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്ന സലീമിലേക്ക് വരുമ്പോഴുള്ള വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക്, ഓക്കെ, അത് ഞാൻ സംഘികൾ എന്ന് ഒരിക്കലും പറയില്ല, മതം വിശ്വസിച്ച് ദൈവത്തിനെ വിശ്വസിച്ച് ഗുരുവായൂരപ്പനെ വിശ്വസിച്ച് ജീവിക്കുന്ന കുറേ ഹിന്ദു മതവിശ്വാസികൾക്ക് ജസ്ന സലീമി തട്ടുവിട്ട് കൃഷ്ണൻ്റെ ഈ ഫോട്ടോയും വരച്ച് ഇതിങ്ങനെ കൃഷ്ണഭക്ത ഇപ്പോൾ ഈ ന്യൂസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ കേട്ടല്ലോ, കൃഷ്ണഭക്ത എന്ന് പ്രിറ്റൻഡ് ചെയ്ത് നടക്കുന്ന കൃഷ്ണഭക്ത എന്ന്. ഇവിടെ ആർക്ക് ആരെ ഭക്തൻ ആവാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇപ്പം ഞാൻ നാളെ പറയണം എനിക്ക് യേശുവിനെയാണ് ഇഷ്ടം, ഞാൻ യേശു ഭക്തനാണ്, എനിക്കത് എങ്ങനെ തെളിയിക്കാൻ പറ്റും? എൻ്റെ മനസ്സിനകത്താണ് ആ ഭക്തി ഇരിക്കുക, അല്ലെങ്കിൽ എനിക്കതാണ് ഇഷ്ടം എന്നുള്ളെങ്കിൽ അത് വായോണ്ടല്ലേ പറയാൻ പറ്റൂ. അല്ലാതെ യേശു ഭക്തി തെളിയിക്കാൻ, അള്ളാഹുവിനുള്ള ഭക്തി തെളിയിക്കാൻ അത് ഒരു മതവിശ്വാസികൾക്കും അത് പറ്റില്ല, ഒരു മനുഷ്യനെ കൊണ്ടും അത് സാധിക്കില്ല. ദൈവത്തിനോടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വിഗ്രഹത്തിനോടോ ഒരു ദൈവത്തിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഗോഡ് ഫാക്ടറിനോടുള്ളൊരു വിശ്വാസ്യത അത് എങ്ങനെ തെളിയിക്കും? നമ്മൾ വിശ്വാസിയാണെന്നുള്ളത് നമ്മൾ എങ്ങനെ തെളിയിക്കും? ഇതിപ്പോൾ മുസ്ലിം മതത്തിൽ പെട്ട ജസ്നയ്ക്ക് കൃഷ്ണനോട് ഭക്തി തോന്നാതിരിക്കുക, ലൈക്ക് അങ്ങനെ പാടില്ല എന്നൊക്കെ ഉണ്ടോ? തോന്നരുത്, ഒരിക്കലും തോന്നാൻ പാടില്ല. അങ്ങനെ കൃഷ്ണൻ അവർക്ക് തോന്നിയാൽ തോന്നി, അവർ സ്വയം കൃഷ്ണ ഭക്ത എന്ന് പറയുകയാണെങ്കിൽ ആണ്. അവരെന്നെ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കണ്ണനെ ഇഷ്ടമാണ്, കണ്ണാന്നുള്ള വീഡിയോ. പിന്നെ അത് അവരവരുടെ ഉപജീവന മാർഗമായ ഫോട്ടോ വരച്ച് ആ കാര്യങ്ങൾ വരുമ്പോഴാണ് ഓക്കെ ആ ഫാക്ടർ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മതം വിറ്റ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, ദൈവത്തിന് വിറ്റ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരും ആ ലൈനിൽ തന്നെ മതവും ദൈവത്തിനെയും വിൽക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വാസിയല്ല, എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു തെറ്റോ കുറ്റോ കാണാനുമില്ല. ഓക്കെ, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വിൽക്കുന്നുണ്ട്, ഇവർ വിറ്റാനും വലിയ സീനൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ദൈവത്തിന് പ്രത്യേകിച്ചൊന്നും പോകാനില്ല, ഹിന്ദുക്കൾക്കൊന്നും പ്രത്യേകിച്ച് പോകാനില്ല, ഓക്കെ, മുസ്ലിങ്ങൾക്കൊന്നും പോകാനില്ല. അവരവരുടെ ജീവിത മാർഗം എന്നുള്ള രീതിക്ക് അവർ വിൽക്കുന്നു. അതിന് വേണ്ടി അവർ അമ്പല പരിസരം ഉപയോഗിച്ച് അമ്പലത്തിലൊരു പ്രമോഷൻ പോലെ ഈ സാധനങ്ങൾ ചെയ്യുമ്പോൾ അത് മതവിശ്വാസികൾക്ക് പ്രശ്നമാവുന്നത് ഒരു സീരിയസ് ഇഷ്യൂ ആണ്. അത് ഞാനില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ അവർക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറയാം നടപ്പന്തലിൽ പല വീഡിയോസ് എടുക്കാറില്ലേ, പലതിനും അവർ പല രീതിയിൽ സെലിബ്രിറ്റീസ് വരുമ്പോൾ അതിൻ്റെ വ്ളോഗുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കല്യാണങ്ങൾ നടക്കുമ്പോൾ ക്യാമറാസ് കൊടുത്തിട്ട് ആളുകൾ പിന്നാലെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പെർട്ടിക്കുലർ കേസിലാണ് ഇതിന് മുമ്പ് കോടതി വിധി കൃത്യമായിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് നടപ്പന്തലിൽ വെച്ച് ഇവർ കേക്ക് മുറിച്ചു എന്നുള്ള സീനിലാണ് 2 പേര് ഹർജിയായി പോയതും ഹൈക്കോടതിയിൽ നിന്നുള്ള ശക്തമായ നിർദ്ദേശം കിട്ടിയത്. അത് കിട്ടിയതിന് ശേഷവും വീണ്ടും ഇവർ ആവർത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ദൈവം വിശ്വാസം മതം എന്നുള്ള ഫാക്ടറൊക്കെ മാറ്റിയാലും ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ ജുഡീഷ്യറി പറയുന്ന നിയമകാര്യങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ, നിയമവ്യവസ്ഥയ്ക്ക് നമ്മളനുസരിച്ച് പോയേ പറ്റൂ. അപ്പോൾ അതിനെ വെല്ലുവിളിച്ചുള്ള പരിപാടിക്ക് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല. അത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് അറിഞ്ഞു വെച്ചുകൊണ്ട്
അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ രണ്ടാമതും ഇതേപോലെ അവിടെ ചെല്ലുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നുള്ള പരിപാടികൾ ചെയ്തതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ കോടതി നിയമം കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ പറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, അതിൻ്റെ പണിഷ്മെൻറ്റോ കാര്യങ്ങളോ അവർ അനുഭവിച്ചേ പറ്റൂ. അതിലൊന്നും ഒരു വിഷയമുള്ള കേസുമല്ല. പിന്നെ ഇതിലൊരു കലാപാഹ്വാനം അല്ലെങ്കിൽ ഒരു ഇവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത് ഇവരുടെ പ്രൊഫൈൽ കൃത്യമായി ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലാവണം, അല്ലെങ്കിൽ മനസ്സിലായി കാണണം. കാരണം ഈ മാല ഇട്ട സമയത്താണ് തോന്നുന്നു ഇവരുടെ ഒരു യൂട്യൂബ് വീഡിയോ എന്നുള്ളത് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ മാല ഇട്ട ഇഷ്യൂ, ഇപ്പോൾ ഈ പെർട്ടിക്കുലർ കേസായ ഇഷ്യൂ നടന്ന സമയത്തുള്ളൊരു വീഡിയോ ആണെന്നാണ് പറയുന്നത്. ആ വീഡിയോ അവിടെ പ്ലേ ചെയ്യാം. വിവരക്കേട് ആരുടെയും തെറ്റുകുറ്റങ്ങളല്ല അല്ലേ? അതെ, ഞാൻ ഗുരുവായൂര് കണ്ണനൊരു മാല ചാർത്തുന്നത് ഒരു വീഡിയോ ഉണ്ടായിരുന്നേ. അപ്പൊ അത് കണ്ടിട്ട് ഒരു പുള്ള ചേച്ചി, പുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെയാണ് ഉദ്ദേശിക്കല്, ആ കുഞ്ഞു കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് കേട്ടോ ഗൈസ്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നുണ്ട് പോലും, അതായത് എന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ കോടതിയില് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, വിധി വന്നിട്ടുണ്ടായിരുന്നു. അതില് ജസ്ന സലീം വീഡിയോ എടുക്കരുത് നല്ലല്ലോ പറഞ്ഞത്, അവിടെ വീഡിയോയും ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തൊരു സംഭവം കൂടി ഉണ്ട്. എന്താന്നല്ലേ, മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലോഡാണെന്നൂടി എഴുതിയിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടില്ലേ ചേച്ചിയെ? ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുന്നു ഞാൻ. ആ തെറ്റാണ് എന്ന് സ്വയം ബോധ്യം വരുമ്പോൾ ആ ആളെ നന്നാവാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത്, അല്ലാതെ കുറ്റപ്പെടുത്താൻ വീണ്ടും വീണ്ടും വരികയല്ല ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്താലും നിങ്ങളുടെയൊക്കെ കണ്ണിൽ തെറ്റായിരിക്കും, പക്ഷെ എന്റെ മുമ്പിൽ ഒരു ശരിയുണ്ട്. ഒരുത്തി ചോദിച്ചു, കണ്ണന് പല മാലകളും ഇടാറുണ്ട്, കടലാസ് മാല ആദ്യമായിട്ടാണ്. നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് സമർപ്പിച്ചാലും സ്വീകരിക്കേണ്ടത് കണ്ണനാണ്, അല്ലാതെ നിന്റെയൊന്നും അച്ഛനല്ല. അത് ഓർത്ത് വെക്കുക. കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളെയൊന്നും തറവാട്ട് സ്വത്തല്ല. ഇഷ്ടപ്പെടുന്ന ആരുടെ കൂടെയും കണ്ണൻ വരും. വിശ്വാസം അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യ്, നമുക്ക് കാണാം. ഇങ്ങനത്തെ വീഡിയോസ് ഇതിപ്പോൾ എന്താണെങ്കിലും ആ ഒരു കടലാസുമാല ഇട്ടതിന് ശേഷം വന്ന വീഡിയോ എന്നുള്ളത് അവർ കൃത്യമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെയാണ് ഇവരുടെ വിഷയങ്ങൾ. ജസ്ന സലീം എന്ന് പറഞ്ഞ ഈ വ്യക്തി ഏതൊരു മതവിശ്വാസിയാണെങ്കിലും ഒരു വിശ്വാസം കൊണ്ടു നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ആ വിശ്വാസത്തിലെ എക്സ്ട്രീമിസ്റ്റുകൾ ഒരുപാട് കാണും, മോഡറേറ്റ് ആയിട്ട് വിശ്വസിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് പൊതുവേ ഇതെന്താ ഇവൾ ഇങ്ങനെ പറയുന്നത് എന്നുള്ളൊരു സ്കീം തോന്നാതെ ഒരിക്കലും. കാരണം അവർക്ക് എപ്പോഴും അവരുടെ മതം, അവരുടെ ആചാരം, ഇപ്പോൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. എനിക്കതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ ഇവർ ഈ സംസാരിക്കുന്നത് പോലെ കൃഷ്ണനാണെങ്കിലും അള്ളാഹു ആണെന്നുണ്ടെങ്കിലും ജീസസ് ക്രൈസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ആർക്ക് വേണേൽ ആരാധിക്കാം, ആർക്ക് വേണേൽ വിശ്വസിക്കാം. ആരുടെ ദൈവം എന്ന് പറഞ്ഞാൽ അതല്ലേ, തൂണിലും തുരുമ്പിലുണ്ടെന്ന് പറയുന്ന ഭഗവാൻ ദൈവമാണ് ഈ നാട്ടിലുള്ളത്. പിന്നെ ഈ മതം തിരിച്ച്, പേര് തിരിച്ച്, മനുഷ്യനെ തിരിച്ച് അങ്ങനെ ജാതി മതമൊക്കെ ഉണ്ടാക്കി വെച്ചത് ദൈവം എന്ന് പറഞ്ഞാൽ ഒറ്റൊരു കോൺസെപ്റ്റാണ്. എന്നെ സംബന്ധിച്ചോളം ദാറ്റ്സ് ഇറ്റ്, ഒരൊറ്റ കോൺസെപ്റ്റാണ്. അതിനകത്ത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ അങ്ങനെയൊന്നും ഇല്ല. ദൈവം ഇറ്റ്സ് എ യൂണിമൈൻഡ്, ഒറ്റൊരു സാധനമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാധനത്തിന് ഇവിടെ വേർതിരിവ് ഉണ്ടാക്കി അവിടെ മതിൽ കെട്ടി അതിനെ വേർതിരിച്ച് ഹിന്ദു ഇത് മുസ്ലിം ഇത് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ജസ്ന സലീം തട്ടമിട്ടൊരു മുസ്ലിം ലേഡി ഇങ്ങനെ ഞങ്ങളിരുന്ന് വെല്ലുവിളിക്കുന്നു. എന്നാൽ ഇവരും ഞാൻ പറഞ്ഞല്ലോ ഒരു പൊടിക്ക് ഇവർക്കും സീനുണ്ട്. കാരണം ഇവരിത് ഭയങ്കരമായിട്ട് ഇവർ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അവർ അപ്പുറത്തെ സൈഡിലുള്ള ആളുകളെ ഇവരാരൊക്കെയാണോ ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചു കയറാൻ നിൽക്കുന്നത് അവരെ നല്ല രീതിയിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവോക്കും ചെയ്യുന്നുണ്ട്. ഇപ്പം മതപരമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അമ്പലത്തിൽ നടക്കുന്ന വേറെ കല്യാണം ബാക്കി പരിപാടിക്കോ ഒക്കെ അവിടെ വീഡിയോഗ്രാഫി നടക്കാറില്ല, ഉണ്ട്, പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ദൈവത്തിനല്ലല്ലോ ഇപ്പോൾ ദൈവമല്ലല്ലോ പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ദൈവം പെർമിഷൻ കൊടുക്കാനാണെങ്കിൽ ഒരു മതത്തിലും ഒരു അമ്പലത്തിനും മുന്നിലും ഹിന്ദുക്കൾക്ക് ബോർഡ് കയറാൻ പാടില്ല എന്ന് വെക്കാറില്ല. പള്ളിയിൽ മുസ്ലിം അല്ലാത്ത ഒരാൾ കയറിയിട്ട് മറ്റേ ചെയ്യാൻ പാടില്ല എന്ന് പറയില്ല. അങ്ങനെ ദൈവമാണ് ഇവിടെ എല്ലാത്തിനും പെർമിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്നേ പറയൂ. മതം നോക്കി മനുഷ്യന്മാർ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് ഹിന്ദുവായ നിങ്ങൾ അവിടെ കയറുന്നത് പ്രശ്നമാവുന്നത്, നിങ്ങൾ വീഡിയോ എടുക്കുന്നത് പ്രശ്നമാവുന്നത്, നിങ്ങൾ കൃഷ്ണൻ്റെ ഫോട്ടോ വെക്കുന്നത് പ്രശ്നമാവുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രൊവോക്ക് ചെയ്യുന്നതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഇല്ലാതെ നിങ്ങളിനി ആരൊക്കെ പരിചയം ഉണ്ടെന്നോ എന്തൊക്കെ അറിയുന്നുള്ളതോ, നരേന്ദ്രമോദിക്ക് ഫോട്ടോ കൊടുത്തിട്ടും കാര്യമില്ല, സുരേഷ് ഗോപിൻ്റെ ഒപ്പം വീഡിയോ ഇട്ടിട്ടും നോ യൂസ്. ഇവിടെ ഓൾറെഡി ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ
കുറേ പേർക്ക് ഓഹോ ഇവളെയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കുക. തട്ടട്ടോള് ഗുരുവായൂരിൻ്റെ മുന്നിൽ ചെന്നിട്ട് ഓള് വീഡിയോ ഇടുമല്ലേ, തട്ടട്ടോള് ഇങ്ങനെ കൃഷ്ണനെ വരച്ചിട്ട് വിൽക്കുമല്ലേ, ഇന്ന് ഓളെ തീർക്കണം. എക്സ്ട്രീമിസ്റ്റുകളുള്ള നാടാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് എൻ്റെ കൃഷ്ണൻ എൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് ഒരു ബാലാമണി കളിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാസീവ് സ്ട്രഗിൾ. കാരണം ഇവിടുത്തെ നിയമങ്ങളാണെങ്കിൽ പോലും മതങ്ങൾക്ക് വഴങ്ങിയേ നിൽക്കും, അതിനപ്പുറം പോകില്ല. ഇപ്പം തന്നെ കേസ് വരുന്ന വഴിയുണ്ടല്ലേ, കലാപാഹ്വാനം എന്നാണ് വന്നിട്ടുള്ളത്. സോ ബെറ്റർ ഞാൻ പറയുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്ന സലീം ഹിന്ദുക്കളെ വഴിക്ക് വിട്. കണ്ണനെ വരച്ച് നിങ്ങൾക്ക് വിൽക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൻ ആരപ്പം വിളിച്ചാൽ ഇറങ്ങിപ്പോരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ കണ്ണൻ നിങ്ങൾ വരച്ച ഫോട്ടോയിലും വന്നിരിക്കും. ആ കണ്ണൻ നിങ്ങളൊപ്പം വരും. അപ്പം ആ കണ്ണൻ നിങ്ങളൊപ്പം വരും, അല്ലെങ്കിൽ ആ കണ്ണൻ നിങ്ങളെ കൈത്തുമ്പിലുണ്ട്, നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ വരച്ച് വിറ്റോ. നിങ്ങളത് ഈ പറഞ്ഞ ഹിന്ദു വിശ്വാസികളെ അല്ലെങ്കിൽ നിങ്ങളെ എതിർക്കുന്നവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പല നടയിൽ മുന്നിൽ ചെന്നിട്ട് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇത് വിൽക്കും അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യും എന്നുള്ള സ്കീമിൽ അത് എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ എന്താ അറിയുമോ, ഞാൻ എപ്പോഴും വിചാരിക്കാറ് വരും തലമുറ അല്ലെങ്കിൽ വരും കാലഘട്ടം ഇന്ത്യയിൽ കുറച്ച് സുഖമാവും. ഈ ജാതി മതവും കോൺസെപ്റ്റൊക്കെ എടുത്തു വെച്ചിട്ട് കുറേ യങ് ജനറേഷൻ മൊത്തത്തിൽ വേറൊരു ചിന്താഗതിയിൽ മാറും. ഇതിനൊക്കെ ഒരു അയവ് വരും. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു എക്സ്ട്രീമിസം ഒന്നും നാട്ടിൽ കാണൂല. പക്ഷെ പോണ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താ അറിയുമോ, അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ നാട് വിട്ടുപോയി. ഇപ്പം എന്നെപ്പോലെ ദൈവം എന്ത് മതം എന്ത് മനുഷ്യന് ജീവിച്ചാൽ പോലെ ചിന്തിക്കുന്നവരൊക്കെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നാട് വിട്ടു പോവാണ്. ഞാനാണെങ്കിലും ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഒരു സ്റ്റേജ് കഴിഞ്ഞ് എനിക്ക് ഈ നാട്ടിൽ നിന്ന് പോകാൻ തന്നെ താല്പര്യം കാണും. കാരണം പറ്റൂലടേ. കാരണം എക്സ്ട്രീമിസം പിടിച്ച തലയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസിനും ഇടയിൽ എക്സ്ട്രീം വിശ്വാസികൾ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഭയങ്കര പാടായിരിക്കും മുന്നോട്ടുള്ള ജീവിതം. സോ ഞാൻ പറയുന്നത് ബെറ്റർ നിങ്ങൾ ഇവരൊന്നും പ്രവോക്ക് ചെയ്യാതെ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളെ കണ്ണനോടുള്ള വിശ്വാസം, കണ്ണൻ നിങ്ങളെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ അങ്ങനെ പോകും. അല്ലാതെ ഇവരെയൊന്നും പ്രവോക്ക് ചെയ്തിട്ടും അല്ലെങ്കിൽ കോടതി പറഞ്ഞ നിയമത്തിനെ നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെയ്തു പോയി എന്നൊന്നും പറയുന്നതൊന്നും ഒരു ന്യായമായിരിക്കില്ല ജസ്റ്റ്. ഓക്കെ, അപ്പം നിങ്ങളത് മുന്നോട്ട് ശ്രദ്ധിക്കുക. നിങ്ങളെ കണ്ണനും നിങ്ങളുടെ വരിയും കാര്യങ്ങളൊക്കെ ആവുക, നിങ്ങളുടെ റിലേഷൻസ് കീപ്പ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ ഒരു 100 പേര് കാണും. ആ 100 പേർക്കും നിങ്ങളൊരു ആൻസർ ഇടുമ്പോൾ അതൊരു 1000 പേര് വീണ്ടും പ്രൊവോക്ക് ചെയ്യാൻ വരും. പിന്നെ അത് 10,000 ആവും. ഇന്ന് ദേവസ്വം ബോർഡ് കേസ് കൊടുത്തു, നാളെ വിശ്വാസികൾ ഒന്നടങ്കം നിങ്ങൾക്കെതിരെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പല സ്റ്റേറ്റിൽ പല സമയത്ത് പല ഇടങ്ങളിൽ കൊണ്ടുപോയി കേസ് നിങ്ങൾ കുടുങ്ങും. നിങ്ങൾക്ക് ഒരു രക്ഷയും കാണൂല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദു മതത്തിൽപ്പെട്ടവരും മുസ്ലിം മതത്തിൽപ്പെട്ടവരും എക്സ്ട്രീം ചിന്താഗതികളുള്ളവരൊക്കെ നിങ്ങളുടെയൊക്കെ ന്യൂസ് വരുന്ന കമൻറ്റ് ബോക്സ് നിങ്ങൾ പോയി നോക്കിയാൽ മതി. എത്രത്തോളം ദേഷ്യവും വെറുപ്പമാണ് നിങ്ങളോടൊക്കെ ജനങ്ങൾക്ക് ഉള്ളതെന്നുള്ളത്. എനിക്ക് ദൈവമതം ഇല്ല, വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. എനിക്കിതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി തമാശയായിട്ടാണ് തോന്നുന്നത്. അവിടെ ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചാട്ടവാറിൽ അടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ നിയമം ഉണ്ടാക്കിയിട്ട് ഇമാതിരി പരിപാടി കാണിക്കുന്ന ആളുകൾ. ഹിന്ദുവിനൊരു ദൈവം, മുസ്ലിമിനൊരു ദൈവം, ക്രിസ്ത്യനൊരു ദൈവം. എന്നാൽ വായോട് ചോദിച്ചാൽ പറയും എല്ലാത്തിനും ഒരു ദൈവമുള്ളൂ. എന്നാൽ ഹിന്ദു മറ്റേ പള്ളിയിൽ പോയിക്കൂടാ, ഹിന്ദു അമ്പലത്തിന് മുസ്ലിം കയറിക്കൂടാ. ഹിന്ദുവാടെ ഇത്. പിന്നെ ഞാൻ പറഞ്ഞു, മതം ബിസിനസ്സായി കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ വരെ മതം ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മനുഷ്യനും മതം ബിസിനസ്സാക്കി ജീവിക്കുന്നവരെ കണ്ണിങ്ങനെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് മതം ബിസിനസ്സായിട്ട് നിങ്ങളതിൽ പോയി പെട്ട അവസ്ഥകൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായ. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവരും ബിസിനസ്സാക്കി, ദൈവം ബിസിനസ്സാണ് അവർക്ക്, അല്ലെങ്കിൽ മതം ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, എന്ത് പോയി. അപ്പം എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒരു പരിധി വരെ ഇപ്പം ഇങ്ങനൊരു കേസ് വന്നതിലും ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതിലും ഒരു ബാക്ക്ലാഷ് ഇവർക്ക് കിട്ടിയതിലും ഇവർക്കും ഒരു പങ്കുണ്ട്. കാരണം ഇവർ നല്ല രീതിയിൽ അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങോട്ട് വന്ന പ്രൊവോക്കേഷൻ അതിലും പ്രൊവോക്ഡ് ആയിട്ടുള്ള റിപ്ലൈസ് ഇവർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂട്ടക്കാരുണ്ടല്ലോ, ആ കൂട്ടക്കാരെല്ലാരും കൂട്ടിയിട്ട് നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? പുള്ളന്റെ മോളെ കാണിച്ചു തരാം. ഞാനിത് തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും. എന്നിട്ടിത് ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും. ആ പൊട്ടും കുത്തി, അയ്യോ ഞാൻ സുമംഗലിയാ, അത് മറന്നുപോയി. പുള്ള സുമംഗലിയാണെന്ന് പുറത്തറിയിക്കാത്ത മാതിരി ഞാനങ്ങനല്ല കേട്ടോ. എന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ. അപ്പൊ സിന്ദൂരവും തൊട്ട് ഞാനങ്ങ് മതങ്ങ് സ്വീകരിച്ചേക്കും. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? എനിക്കും പുള്ള ചേച്ചിന്റെ കൂട്ടക്കാർക്കും കൊറേ വാലാട്ടികളുണ്ടല്ലോ, അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പോവില്ലേ? ഓൾറെഡി ഒരു കേസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവർക്ക് ഒരു കോടതി ഉത്തരവ് ഇറങ്ങി അറിയുന്നത് കൊണ്ട് രണ്ടാമത് ഇതേമാതിരി മാലിട്ട് പോയിട്ടുള്ള പരിപാടികൾ കാണിക്കുന്നത്.
അത് പ്രൊവോക്കേഷനാണ്. നമ്മളെ വേണ്ടാത്ത നമുക്ക് പറ്റാത്തവരാണെങ്കിൽ നീ മാറിപ്പോര്, ദൈവം നമ്മളെ കൂടെ പോകുന്നുള്ള ഇതിലും മിണ്ടാതെ ഒരു സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. മനസ്സിലായോ? ഈ രാജ്യത്ത് ഇങ്ങനെയാണ്, ഈ രാജ്യത്ത് നിയമം ഇങ്ങനെയാണ്, ഈ രാജ്യത്തെ ആളുകൾ എക്സ്ട്രീമിസം പിടിച്ചവരിങ്ങനെയാണ്. ഇവരോട് ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മഹാപാടുള്ള പരിപാടിയാണ്. ഓക്കെ, പിന്നെ ജസ്ന സലീമിൻ്റെ കേസിന് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, ഹിന്ദു ആണെങ്കിലും ഹിന്ദു ബെൽറ്റിലാണെങ്കിലും മുസ്ലിം ബെൽറ്റിലാണെങ്കിലും ഇവരോട് വിമർശനമാണ്. ഇവരെ ഇഷ്ടമല്ല. തട്ടിട്ടിട്ട് ഓളെന്തിൻ്റെ ഗുരുവായൂർ പോണേന്ന് വയ്ക്കുന്ന കുറേ എക്സ്ട്രീം മുസ്ലിം മതവിശ്വാസികൾ ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ട് ഓളാരടാ ഞങ്ങളെ കൃഷ്ണനെ പിടിക്കാമെന്ന് ആലോചിക്കുന്ന എക്സ്ട്രീം ചിന്താഗതിയുള്ള ഹിന്ദു വിശ്വാസികൾ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ജസ്ന സലീം, യുവർ എക്സിസ്റ്റൻസ് ഈസ് ലൈക്ക് ഹെല്ലായിരിക്കും. നിങ്ങൾക്ക് നരകമായിരിക്കും. സോ ബെറ്റർ നിങ്ങൾ മൂവ് ഔട്ട് ചെയ്തു. നല്ലത് ഈ നാട്ടിൽ.